അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സസ്യങ്ങൾ ജലത്തിലും. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. ജലസസ്യങ്ങളുടെ പ്രത്യേകതകൾ: ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ അഴുകുന്നില്ല. ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇലകളും പൂക്കളും പൊങ്ങിക്കിടക്കുന്നു. തണ്ടുകൾക്ക് നീളം കൂടുതലുണ്ട്. ഇലകളിൽ മെഴുകുപോലുള്ള ആവരണമുണ്ട്. അതുകൊണ്ട് ഇലകളിൽ വെള്ളം പറ്റിപ്പിടിക്കുന്നില്ല. പ്രധാനപ്പെട്ട ജലസസ്യങ്ങൾ: താമര, ആമ്പൽ, അസോള, കുളവാഴ, നീർവാഴ, ആഫ്രിക്കൻ പായൽ, കരിമ്പായൽ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വിത്തിനുള്ളിലെ ജീവൻ എന്ന പാഠഭാഗമാണ്. വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. വിത്ത് അതിൻ്റെ കഥ പറയാണ്. ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. എങ്ങനെയാണ് നമ്മളൊരു വിത്ത് മുളപ്പിക്കുന്നത്? എന്തൊക്കെ ചെയ്യാം അതിനു വേണ്ടിയിട്ട്? സുതാര്യമായൊരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് വയ്ക്കുക. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസമെടുക്കും? നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രവും വരച്ചു ചേർക്കൂ. ഞാനും എൻ്റെ ചെടിയും നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളപ്പിച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളം നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വളരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായകൾ ഉണ്ടാകുന്നതുമൊക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കൂ. പ്രവർത്തന റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്? പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് വിത്തിൻ്റെ പേര്, വിത്ത് നട്ട തീയതി, മുള വന്ന ദിവസം, ആദ്യ ഇല വിരിഞ്ഞ തീയതി, 2 ഇലകൾ വന്ന തീയതി, 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങൾ, ഉയരത്തിൽ, വണ്ണത്തിൽ, ഇലകളുടെ എണ്ണത്തിൽ, പൂ വന്ന തീയതി, കായ് വന്ന തീയതി. ഇതിനനുസരിച്ച് വേണം പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കാൻ. മുകളിൽ തന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു വിത്ത് നട്ട് ഇതുപോലുള്ളൊരു പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളും തയ്യാറാക്കൂ കൂട്ടുകാരെ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ എന്ന പാഠഭാഗമാണ്. 2 കുട്ടികൾ എന്തോ പറയുകയാണല്ലേ, അവരെന്തോ നടുന്നുണ്ട്. ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണിതെല്ലാം. ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരം തിരിച്ചെഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതൂ.